ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും ധന്യ ഷിജു വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാള വെറ്റെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന സ്വഭാവമാണല്ലേ നമ്മളിൽ പലർക്കും. എവിടെയെങ്കിലും ഏതെങ്കിലും സംഭവത്തെക്കുറിച്ചോ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചുമൊക്കെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെ അതിലൊക്കെ ചെന്ന് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളിൽ പലരും. ഇപ്പോൾ ഞാനിതിവിടെ പറയാനുള്ള പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണല്ലേ ഇത്. കെട്ടിയിട്ട് മർദ്ദിച്ചു. BJP നേതാവും നടനുമായ G കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ കേസ്. ഈ ഒരു വാർത്ത വന്ന സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഈ ഒരു വാർത്തയെ പൊതുസമൂഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്, ഈ ഒരു വിഷയത്തെ പൊതുസമൂഹം എങ്ങനെയായിരിക്കും പ്രതിനിധീകരിക്കാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ഇതിനു മുൻപ് ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെട്ട ഒരു ഫാമിലിയായിരുന്നു കൃഷ്ണകുമാറിൻ്റേത്. മാത്രമല്ല, ഈ പറഞ്ഞ ദിയ കൃഷ്ണ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈബർ അറ്റാക്ക് നേരിട്ട ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണ. കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയിലെ ഓരോ വ്യക്തികൾക്കും ഓരോ സമയത്തും വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലിയെ ചുറ്റിപ്പറ്റി ഇത്തരത്തിലൊരു വിവാദം വരുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ വ്യക്തിപരമായി ഞാൻ 101% വിശ്വസിച്ചിരുന്നു ഇതൊരു കെട്ടിച്ചമച്ച കേസാവാന് സാധ്യത എന്നുള്ളത്. കാരണം കൃഷ്ണകുമാർ എന്ന ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കേണ്ട ഗതികേട് വന്നിട്ടില്ല എന്നുള്ളത് പേഴ്സണലി ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം അധികം വൈകാതെ തന്നെ പുറത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടി ഒരു ബ്രീഫ് പറയാം. അതായത്, നടനും BJP നേതാവുമായ G കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയ്ക്ക് കവടിയാറിൽ O/OC എന്ന് പറയുന്ന ഒരു ജ്വല്ലറി ഷോറൂം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു ഓൺലൈൻ ജ്വല്ലറി ഷോറൂം പേജാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിസിനസ് നടക്കുന്ന ഒരു ഷോറൂം കൂടിയാണ് ഇത്. ഇതിനു മുൻപ് ഈ ഒരു O/OC എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അനേകം വിവാദങ്ങൾ വന്നിട്ടുമുണ്ടായിരുന്നു. ഒരുപാട് പേര് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു O/OC എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ, ദിയയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരികളാണ് ഈ ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 68 ലക്ഷം രൂപയോളം തട്ടിപ്പ് നടത്തിയാണ് ഈ പെരിങ്കള്ളികൾ ഇത്തരത്തിലൊരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ 68 ലക്ഷം രൂപയോളം തട്ടിപ്പ് നടത്തി അവസാനം അത് ദിയ കൃഷ്ണ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി ദിയ കൃഷ്ണ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ഇവരവസാനം കുറ്റസമ്മതം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദിയയുടെ ഫ്ലാറ്റിലേക്ക് വന്ന് ഏകദേശം 8 ലക്ഷം രൂപയോളം കൊടുക്കുകയും ചെയ്യുന്നു. തിരിച്ച് ആ ഒരു തട്ടിയെടുത്ത പണം 8 ലക്ഷം രൂപ തിരികെ കൊടുക്കുന്നു. അതിനുശേഷം ദിയയുടെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ ഇവർ കുറ്റസമ്മതം നടത്തുന്നതും ദിയയുടെ ഫാമിലി ഉൾപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നതും എല്ലാമായിട്ടുള്ള വീഡിയോസ് എല്ലാം അവരവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ദിയ കൃഷ്ണയുടെ അമ്മയുടെ ചാനൽ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചാനലിൽ അപ്ലോഡും ചെയ്തിട്ട് ഒരു പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. അതിനുശേഷം ഇവർ മടങ്ങിപ്പോയതിനു ശേഷം അന്ന് രാത്രി ദിയ കൃഷ്ണയെ നിരന്തരം വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ത്രെട്ടണിങ് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് പുറം ലോകത്തേക്ക് എത്തിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയാതെ, ഇത് 3 പെൺകുട്ടികളാണ്, അവരുടെ ഭാവിയെ ഓർത്തുകൊണ്ട് ഈ ഒരു വിഷയം എങ്ങനെയെങ്കിലും സെറ്റിൽമെൻറ്റ് നടത്തി തീർപ്പാക്കാം എന്ന് വെച്ചിരിക്കുമ്പോൾ അവർ വീണ്ടും ദിയ കൃഷ്ണയെ വിളിച്ച് പ്രകോപിപ്പിക്കുന്നു. അവസാനം പിന്നീടാണ് ഈ ഒരു വിഷയത്തിൽ കേസ് എന്നുള്ള ഒരു രീതിയിലേക്ക് ദിയ കൃഷ്ണയും കുടുംബവും പോകുന്നത്. അങ്ങനെ ഇത്തരത്തിൽ തനിക്കൊരു തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദിയ കൃഷ്ണ കേസ് ഫയൽ ചെയ്യുന്നു. പക്ഷേ പിന്നീടാണ് ഇത്തരത്തിലൊരു കൗണ്ടർ പെറ്റീഷൻ വരുന്നത്. അതായത് ദിയയുടെ ഈ 3 വനിതാ ജീവനക്കാരികൾ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുകയാണ്. കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ മകളും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു, ഇടിച്ചു, ഇവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള പരാതിയാണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഇവർ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുപോലുള്ള ഒരു കെട്ടിച്ചമക്കൽ കേസുമായി പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, കൃഷ്ണകുമാർ എന്നുള്ള ഒരു വ്യക്തിയുടെ എല്ലാ മക്കൾക്കും, എല്ലാ പെൺകുട്ടികൾക്കും യൂട്യൂബ് ചാനലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചാനലുണ്ട്, അദ്ദേഹത്തിന് ചാനലുണ്ട്. ഇത്രയധികം വ്ളോഗേഴ്സുള്ള, അല്ലെങ്കിൽ ഇത്രയും ക്യാമറ കണ്ണുകൾ സഞ്ചരിക്കുന്ന ഒരു വീട്ടിൽ ഇത്രയധികം ധൈര്യത്തോടു കൂടി പോയി ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവരെ മനഃപൂർവ്വം കുരുക്കിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത അവളുമാർക്ക് നല്ല രീതിയിലുള്ള പണി തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
ഇവരുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമൻ്റാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതായത് വീട്ടിലെ പൂച്ചയ്ക്ക് പോലും വീഡിയോ എടുക്കാൻ അറിയുന്ന ഒരു വീട്ടിലേക്കാണ് ഈ പെരുങ്കള്ളികളുടെ കള്ളക്കഥയുമായുള്ള പോക്ക്. സത്യത്തിൽ അത് എത്രയോ യാഥാർത്ഥ്യമാണ്. കാരണം ഒരു വീട്ടിലെ എല്ലാ ആളുകൾക്കും എത്ര മെമ്പേഴ്സ് ഉണ്ടോ എല്ലാ മെമ്പേഴ്സിനും ഓരോ യൂട്യൂബ് ചാനലുകളും അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചുള്ള ചാനലുകളാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന പെൺകുട്ടികളാണ് കൃഷ്ണകുമാറിൻ്റേത്. അങ്ങനെയുള്ള അവർക്ക് ഈ ജീവനക്കാരികളുടെ, അതായത് സ്വന്തം സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കേണ്ട ഗതികേട് വന്നിട്ടില്ല എന്നുള്ളത് പൊതുസമൂഹത്തിന് 101% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അവിടെ തന്നെ ഇവരുടെ കള്ളക്കഥ അവിടെ പൊളിച്ചടുക്കപ്പെടുകയാണ്. അതിനുശേഷം ഇവരടുത്തത് പറയുന്നത് അതായത് ദിയയുടെ ഫ്ലാറ്റിൽ വന്ന് മിണ്ടാപ്പൂച്ചകളെ പോലെ അല്ലെങ്കിൽ പൂച്ചയെ പോലെ സൈലൻ്റായിരുന്ന് അഹാന ചോദിക്കുന്ന ചോദ്യത്തിന് പറഞ്ഞോ പറഞ്ഞില്ല എന്ന മട്ടിലുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ഈ മൂവർ സംഘം പിന്നീട് വരുന്നത് മീഡിയയ്ക്ക് മുൻപിലാണ്. മീഡിയയ്ക്ക് മുൻപിൽ വന്ന് വളരെയധികം ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ മീഡിയയ്ക്ക് മുൻപിൽ വന്ന് ഇവർ പറഞ്ഞ അന്നത്തെ ഇവരുടെ മീഡിയയ്ക്ക് കൊടുത്ത ഒരു ബൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇവർക്ക് മുൻപിൽ ഒരു അജണ്ടയുള്ള ഏതൊക്കെയോ വ്യക്തികൾ ഉണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും വക്കീൽ പറഞ്ഞു കൊടുത്ത ബുദ്ധിയായിരിക്കാം ഒരുപക്ഷെ മീഡിയയ്ക്ക് മുൻപിൽ വന്ന് ഇവർ പറഞ്ഞത്. അതായത് ഇവരുടെ കയ്യിലൊരു തെളിവുണ്ടായിരുന്നു. അന്ന് രാത്രി ഈ 8 ലക്ഷം രൂപ കൊടുത്ത് ദിയയുടെ ഫ്ലാറ്റിൽ നിന്ന് മടങ്ങിപ്പോയ ഈ മൂവർ സംഘം പിന്നീട് രാത്രി നിരന്തരം ദിയ കൃഷ്ണയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഫോണിൽ വിളിച്ച് ദിയ അത്രയധികം ഇപ്പം പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഈ ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് മെൻ്റലിയും ഫിസിക്കലിയും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രെസ് ഉണ്ടാകും എന്നുള്ളത് ഒരു സ്ത്രീക്ക് മനസ്സിലാകും. ഇവർ 3 വനിതാ ജീവനക്കാരികളാണ്, 3 സ്ത്രീകളാണ്. എന്നിട്ടും ദിയയുടെ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ദിയയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് പോലും പരിഗണിക്കാതെ, ഒരു പൂർണ്ണ ഗർഭിണിയാണ് എന്ന് പോലും ചിന്തിക്കാതെ അവരെ അത്രയധികം ബുദ്ധിമുട്ടിച്ചതിന് തീർച്ചയായും അവർക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടണം. അതിനുശേഷം ദിയയെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ദിയ ഇവരോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഷൗട്ട് ചെയ്യുന്ന ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ പുറത്തോട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊതുജനങ്ങൾ ദിയക്കെതിരാവും, അല്ലെങ്കിൽ ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു ലേഡിയാണോ ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള തരത്തിൽ ആളുകൾ പറയും എന്നാണ് ഈ മൂവർ സംഘം വിശ്വസിച്ചത്. പക്ഷേ കൃഷ്ണകുമാർ എന്താണ്, കൃഷ്ണകുമാറിന് ഇത്രയും പെൺകുട്ടികളാണ്. ഇത്രയും പെൺകുട്ടികളുള്ള ഒരു വ്യക്തി ഒരിക്കലും മറ്റു 3 സ്ത്രീകളെ പോവില്ല, പണം തട്ടിയെടുക്കാൻ ശ്രമിക്കില്ല എന്നുള്ളത് പൊതുജനങ്ങൾക്ക് അത്രയധികം വിശ്വാസമുണ്ട്. അതിനുശേഷം ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ, മീഡിയയ്ക്ക് മുൻപിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഇവർ ജാതിക്കാട് ഇറക്കുന്നു. കാരണം നമ്മൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ ഒരു സമൂഹത്തിൽ ഇപ്പം അത്രയധികം ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത്തരത്തിലുള്ള ജാതീയ അധിക്ഷേപം അല്ലെങ്കിൽ ജാതിക്കാട് ഇറക്കുക. ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജാതിക്കാട് ഇറക്കുക. അത് മാത്രമല്ല കൃഷ്ണകുമാർ എന്ന വ്യക്തി ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്, BJP നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ജാതിക്കാട് ഇറക്കുന്ന സമയത്ത് തീർച്ചയായും കൃഷ്ണകുമാറിൻ്റെ ഭാവി ജീവിതത്തെ അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ അത് നല്ല രീതിയിൽ ബാധിക്കും. എന്നാൽ ഇവിടെ പൊതുജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ ആരും ഈ മൂവർ സംഘത്തിൻ്റെ വലയിൽ വീണില്ല. അതിനുശേഷം ആ ഒരു ജാതിക്കാട് എന്നുള്ളത് അവിടെ ഫ്ലോപ്പായപ്പോൾ അടുത്തത് ഇവർ പറഞ്ഞൊരു കാര്യമാണ്, കൃഷ്ണകുമാർ ഇവരോട് മോശമായി പെരുമാറുമെന്ന് ഭീഷണിപ്പെടുത്തി. തങ്ങളെ ഫോണിൽ വിളിച്ച് വളരെയധികം മോശമായി സംസാരിച്ചോ മോശമായി പെരുമാറും എന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡ് അശ്വിനെ കുറിച്ചും പറയുന്നുണ്ട്. പാതിരാത്രിക്ക് വിളിച്ചിട്ട് സ്റ്റോക്കുകളെ കുറിച്ച് ചോദിക്കുന്ന ഒരു പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ ഈ മൂവർ സംഘം നടത്തുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഇവർക്കിത് പറയാനുള്ള ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളമൊക്കെ പറയാനുള്ള വിവേകമുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല. പക്ഷേ ഇവർക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. ആ വ്യക്തികൾ ആരാണ്, അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും തീർച്ചയായും ഇതുപോലുള്ള ജാതിക്കാടും അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെതിരെ ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളൊക്കെ പടച്ചു വിടുന്നതും. അല്ലാതെ ഈ ദിയ കൃഷ്ണ എന്ന വ്യക്തിയെ ഒരിക്കലും തകർക്കാനായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ലേറ്റസ്റ്റായി ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആദ്യം തന്നെ ആ ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം.
നേതാവ് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ പേരൂർക്കടയിലെ സ്ഥാപനത്തിലെ ജീവനക്കാർ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ നടത്തിയത് 66 ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാടുകൾ. ഇതിൽ കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങിയ തുക എത്രയാണെന്ന് വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം മൊഴി നൽകാമെന്ന് അറിയിച്ച 3 ജീവനക്കാരും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. ഒബൈഒസിയിലെ QR കോഡ് മാറ്റിവെച്ച് 69 ലക്ഷം രൂപ തട്ടിയെന്ന ദിയയുടെ പരാതിയെ തുടർന്നാണ് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചത്. 2024 ജനുവരി മുതൽ 66 ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവർ വലിയതുറ SBI ബാങ്കിൽ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഒബൈഒസിയിലെ കസ്റ്റമേഴ്സിൽ നിന്ന് കൈപ്പറ്റിയ പണം എത്രയാണെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ ബിൽ തുക ബുക്കിൽ രേഖപ്പെടുത്താറുണ്ട്. ബിൽ ബുക്കും അക്കൗണ്ട് ഇടപാടുകളും പരിശോധിച്ചാൽ സ്ഥാപനത്തിന്റെ പേരിൽ ലഭിച്ച തുക എത്രയാണെന്ന് വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ടും ജീവനക്കാർ പണം കൈപ്പറ്റിയതായി കസ്റ്റമേഴ്സിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നേരിട്ട് എത്ര തുക വാങ്ങിയതിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുകയാണ്. കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ മൊഴി നൽകാൻ ജീവനക്കാരോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മ്യൂസിയം പോലീസിൽ ജീവനക്കാർ എത്തിയില്ല. വിനീതയെയും ദിവ്യയെയും രാധാകുമാരിയെയും 2024 ജൂലൈ മാസം മുതലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പരിശോധിക്കുമ്പോൾ ഏകദേശം 66 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായി. കാരണം അതവർ സമ്മതിച്ചതുമാണ്, അത് നമ്മൾ മുൻപ് തന്നെ കണ്ടതുമാണ്. ഈ പറഞ്ഞ അഹാന ചോദ്യം ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവളുമാരത് സമ്മതിച്ചിട്ടുമുണ്ട്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന കാര്യം. പക്ഷെ അന്ന് തന്നെ ഒരുപക്ഷെ പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. കാരണം ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞൊടിയിടയിൽ തന്നെ മിനിറ്റുകൾ കൊണ്ട് തന്നെ അവരതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തു തരും. അത് പോലീസിന് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ഇത്രയും ലാഗ് അടുപ്പിച്ച് അല്ലെങ്കിൽ ഇത്രയധികം സമയം വൈകുകയും ചെയ്തു. ഇത്രയും ദിവസങ്ങൾ ഈ പ്രതികൾക്ക് മുങ്ങാനായി കിട്ടുകയും പ്രതികൾക്ക് ഒളിവിൽ പോകാനുള്ള സമയം കിട്ടി. ഇപ്പോൾ അവരെ ഒട്ട് കാണാനുമില്ല. ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ എന്നല്ല, ഈ പ്രതികൾ എവിടെയാണ് എന്ന് പോലും പോലീസിന് അറിയില്ല. ആ അറസ്റ്റ് ചെയ്യേണ്ട ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തതുമില്ല. അന്ന് തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തെയും മക്കളെയും ഭാര്യയെയും കൃഷ്ണകുമാറിനെയും എല്ലാവരെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കൃഷ്ണകുമാറിനെതിരെ ഏകദേശം 23 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ മറ്റ് പല ചാനലുകളിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുമുണ്ടായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ഒരു സ്ഥാനത്ത് കൃഷ്ണകുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കാണിക്കുന്ന ആ ഒരു തത്രപ്പടകൾ, ആ ഒരു വ്യഗ്രത ഇവളുമാരെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ കേരള പോലീസിനെ അംഗീകരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊട്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത്, അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവരെ ഒട്ട് കാണാനുമില്ല. അവരെ ഒളിവിൽ പോയി മുങ്ങി. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കാരണം ഇത്രയധികം ദിവസം കിട്ടുന്ന സമയത്ത് അവരെന്തായാലും അവരുടെ ഒന്നും വീട്ടിൽ ഉണ്ടാവില്ല. അവർ ഒളിവിൽ പോകും എന്ന കാര്യം പൊതുജനത്തിനും പൊതുസമൂഹത്തിനും വ്യക്തമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ പോലീസിന് മാത്രം ആ ഒരു ബുദ്ധി തോന്നിയില്ല. കാരണം ഇവർ മുങ്ങും എന്ന കാര്യം പോലീസിന് മാത്രം അറിഞ്ഞില്ല. ഇത് പോലീസിൻ്റെ തികഞ്ഞ അനാസ്ഥയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ പോലീസ് മറ്റാരുടെയൊക്കെയോ ആജ്ഞകൾ കേട്ട് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഈ പെരുങ്കള്ളികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ രാഷ്ട്രീയപരമായാണോ ഈ ഒരു വിഷയത്തെ എടുക്കുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇനി പോലീസ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രമേ പൊതുജനങ്ങൾക്ക് കാണേണ്ടതുള്ളൂ. ഒരുപക്ഷെ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാനായി അല്ലെങ്കിൽ ഈ ഒരു ഇതുപോലൊരു ഹോട്ട് ന്യൂസ് ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആരൊക്കെയാണ് ഈ മൂവർ സംഘത്തിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാകും. അല്ലെങ്കിൽ ദിയാകൃഷ്ണ അത്രയധികം സ്നേഹിച്ച അല്ലെങ്കിൽ അവരുടെ ദിയയുടെ വളകാപ്പ് ചടങ്ങിലൊക്കെ ഈ പെൺകുട്ടികളെ ഇവർ വരുന്ന സമയത്ത് ഇവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പല റീലുകളിലും കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഇത്രയധികം സ്വന്തം അനിയത്തിമാരെ പോലെ കരുതിയ ഈ പെരുങ്കള്ളികൾ ഒരിക്കലും ദിയക്കെതിരെ ഇതുപോലൊരു മൂവ്മെൻറ്റ് നടത്തും എന്ന് ദിയ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇത്രയധികം ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്ന സമയം വരെ ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി
അത് അവരുടെ ഭാഗത്തുള്ള ഒരു അനാസ്ഥ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നത്. കാരണം ദിയ ഒന്നുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു. തീർച്ചയായും അവർ ഈ ഒരു ഡെലിവറി ടൈമാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായും നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു വിഷയത്തിൽ പൊതുസമൂഹത്തിൻ്റെ മനോഭാവം ഓർക്കുമ്പോൾ സത്യത്തിൽ അഭിമാനമാണ് തോന്നുന്നത്. ആ ഒരു ഐക്യം. കാരണം സത്യമേവ ജയതേ, സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. ഈ ഒരു വിഷയം വന്ന സമയം മുതൽ നിരത്തുന്ന ഓരോ ആരോപണങ്ങൾ, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ചു, അടിച്ചു, ഇടിച്ചു, ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു, കൃഷ്ണകുമാർ മോശമായി പെരുമാറും എന്ന് ഭീഷണിപ്പെടുത്തി ജാതിക്കാട് ഇറക്കിയപ്പോഴൊന്നും മലയാളികൾ അത് വിശ്വസിക്കാതെ നിന്നു. കാരണം സത്യം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ ജാതി എന്തെന്നോ മതം എന്തെന്നോ അല്ലെങ്കിൽ ജാതി മത വർഗ ഭേദമെന്നെ എല്ലാവരും രാഷ്ട്രീയം എന്തെന്നോ എന്ന് പോലും നോക്കാതെയാണ് ഓരോ മലയാളി സമൂഹവും കൃഷ്ണകുമാറിൻ്റെ ഫാമിലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കാരണം സത്യം അവരുടെ ഭാഗത്താണ്. സത്യത്തിൽ ഇനിയിപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് ഈ പെരുങ്കള്ളികൾ മാത്രമാണ്. ഇവർക്ക് പിന്നിൽ ആര് പ്രവർത്തിച്ചോ അവർക്കൊന്നും സംഭവിക്കില്ല. അവരൊക്കെ ഒരുപാട് സ്വാധീനമുള്ളവരോ മറ്റുമൊക്കെ ആയിരിക്കും. അവരൊക്കെ ഊരി പോവുകയും ചെയ്യും. ഈ 3 വനിതാ ജീവനക്കാരികൾ സമൂഹത്തിന് മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാതെ ജീവിതകാലം മുഴുവൻ തീർക്കും. കാരണം ഇവർക്ക് പറ്റിയൊരു അമളിയായാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവർക്ക് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു, ആരൊക്കെയോ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് ഇവർ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. പക്ഷേ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഇനി എന്തൊക്കെയാണ് ഭവിഷ്യത്തുകൾ വരാൻ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് ഈ 3 വനിതാ ജീവനക്കാരികളെക്കുറിച്ച് ചോദിക്കാനുള്ളത്. എന്തായാലും എത്രയും വേഗം തന്നെ ഈ പറഞ്ഞ ഒളിവിൽ പോയ മുങ്ങിപ്പോയ ആ 3 വനിതാ ജീവനക്കാരികളെയും അറസ്റ്റ് ചെയ്യട്ടെ. കാരണം അറസ്റ്റ് ചെയ്യപ്പെടണം. ഈ ഒരു കേസ് തീർച്ചയായും സത്യം എന്ന് പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെയാണ്. അത് ഇനിയും പോലീസിന് മനസ്സിലാകുന്നില്ല എന്നോർക്കുമ്പോൾ വളരെയധികം സഹതാപമാണ് തോന്നുന്നത്.